പൊന്നെനിക്ക് അപ്പോൾ തമിഴിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാനിത് ഊട്ടിയിലേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെൻറ്റ് ഒരു സെറിമണി ഉണ്ട്, ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ആൾ ആർമിയിലാണ്. അപ്പോൾ 17 വർഷത്തെ സർവീസ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതിൻ്റേതായ ഒരു ചെറിയൊരു ഫങ്ഷനോ ഒന്ന് അവിടെ 2 ദിവസം കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ വീട് എന്ന് വെച്ചാൽ കണ്ണൂർ കൂത്തുപറമ്പാണ്. അവിടുന്ന് രാത്രിയാണ് ഊട്ടി ബസ് കയറുന്നത്. രാവിലെ പുലർച്ചെ 6 മണിക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചൂട് അപേക്ഷിച്ചിട്ട് ഊട്ടിയിൽ ചെന്നെത്തിയപ്പോൾ സ്വർഗത്തിലെത്തിയ പോലെയുണ്ട്. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഊട്ടിയിൽ നിന്ന് ഒരു ബസ്സും കൂടെ കയറിയിട്ട് ബ്ലാക്ക് ബ്രിഡ്ജ് MRC സെൻറ്ററിലേക്കാണ് ഈ പോകുന്നത്. അവിടുന്ന് ഒരു അരമണിക്കൂറോളം ഉണ്ടാവും. അങ്ങനെ കുഞ്ഞെല്ലാം നല്ലോണം ടയേർഡായി. അവിടെ ഇതാണ് ആൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ലഗേജെല്ലാം എടുത്ത് ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഒരു ഗസ്റ്റ് റൂമാണ്. അപ്പോൾ പെൻഷൻ പാർട്ടിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് റൂം പെർ ഡേ 500 റുപ്പീസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗസ്റ്റ് റൂം അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ 2 ദിവസം താമസിക്കാൻ പോകുന്നത്. വിത്ത് ഫാമിലി അടക്കമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പുള്ളിയുടെ അമ്മയും ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഗസ്റ്റ് റൂം. ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സെൻട്രൽ ഹാള്, ഒരു കുഞ്ഞ് കിച്ചൺ, പിന്നെ ബെഡ്റൂം, ആ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം. ഇതാണ് നമുക്കൊരു ഫാമിലിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. കാരണം സെൻട്രൽ ഹാളിലുള്ളത് ഒരു ബെഡ് സോഫയാണ്. അത് സോഫയാണ് ബെഡും കൂടെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ബെഡ്റൂമായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ എത്തി ഫ്രഷെല്ലായതിന് ശേഷം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കഫേയും ഹോട്ടലും ഒക്കെ ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ രാവിലെ പോയിട്ട് പൂരിയും ചായയും അവരുടേതായ ഒരു കറിയാണ്. നമ്മുടെ കേരള പാർട്ടീസിനെ അപേക്ഷിച്ച് അവരുടെ കറി നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് തേങ്ങയൊന്നും അരക്കാത്ത കറിയായിരിക്കും കിട്ടുക. അങ്ങനെ അവിടുന്ന് തന്നെ ലഞ്ചും കഴിച്ചു. ലഞ്ചും അതുപോലെ തന്നെയായിരുന്നു. അവരുടേതായ ഒരു കുഴമ്പ്, 2 കുഴമ്പ്, കറികൾക്ക് അവർ കുഴമ്പ് എന്നാണല്ലോ പറയാം. അങ്ങനെ മസാലക്കറി, അതൊക്കെ പപ്പടമോ അച്ചാർ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫുഡൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതൊക്കെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു സ്ഥലത്ത് ഒരു പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സീംസ് പാർക്ക് എന്ന് പറയും. ഇതിപ്പോൾ ഒരാളുടെ ടിക്കറ്റ് 75 രൂപയാണ് കേട്ടോ. അങ്ങനെ 75 റുപ്പീസിന് വേർത്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റീൽസിനും ഫോട്ടോഗ്രാഫിക്കും പറ്റിയ സ്ഥലമാണ്. നല്ല മരങ്ങളും ചെടികളുടെ ഡെക്കറേഷനും ഒക്കെ നിറഞ്ഞിട്ട് നല്ലൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഒരു വെഡിങ് ഷൂട്ടിനാണെങ്കിലും റീൽസ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഈ ഒരുപാട് പേര് ഇതിനു വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ബാംബൂ സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഗുഹകളും ഒക്കെ അതൊക്കെ അടിപൊളിയാണ്, നല്ല ഫോട്ടോഗ്രാഫിക്കെല്ലാം. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയ സ്ഥലമല്ല കേട്ടോ. അവർക്ക് പൊതുവേ ബോറടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്നൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മളിവിടെ പട്ടാള ക്യാമ്പിലുള്ളൊരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ മ്യൂസിയത്തിൽ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. കുറച്ച് ക്യാമ്പ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ സൈഡിലുള്ള ഒരു പ്രതിമ പട്ടാളക്കാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ മുകളിലെല്ലാം പാഞ്ഞും കയറിയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസെല്ലാം എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അവർക്ക് തൊട്ടടുത്ത് തന്നെ അവർക്ക് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഇവരുടെ MRC സെൻറ്ററിലേക്കാണ്. ഇവരുടെ ക്യാമ്പ് എന്ന് പറയും. അങ്ങനെ കുറേ ആൾ ഡ്യൂട്ടിക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ ക്യാമറ ഓണാക്കി ഞാൻ നടക്കുമ്പോൾ അവർ എന്നെ തന്നെ നോക്കുന്നുണ്ട്. കാരണം ക്യാമറയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അറിയാതെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ക്യാമ്പ് ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. ഞാൻ ഈ കാണിച്ചത് പണ്ട് ബ്രിട്ടീഷ് കാലത്ത് തൂക്കിക്കൊല്ലുന്ന സ്ഥലമായിരുന്നു എന്ന് അത് അവർ സാറ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ എനിക്ക് ഈ കൂട്ടത്തിൽ അവിടെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാമോ. ഒരു ഡാൻസ് പഠിച്ച് വെച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കളിക്കുമായിരുന്നു. അത്രയും ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാൻ. പിന്നെ പട്ടാളക്കാരെല്ലാം നോക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കാനുള്ളൊരു ചമ്മലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് നേരെ ഇങ്ങ് പോന്നു.
പിന്നെ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരമായി. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് ചോദിച്ചു. ചായയും മൊമ്മൂസുമാണ് കഴിച്ചത്. അങ്ങനെ ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആസാമിൽ നിന്ന് കഴിച്ചതിനേക്കാട്ടോ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതിന് തോന്നിയിരുന്നു. അങ്ങനെ വെജ് മൊമ്മോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ സാലഡും കൂടി ഉണ്ടായിരുന്നു. തക്കാളി ചട്നി, നല്ല എരിവുള്ള തക്കാളി ചട്നിയും സാലഡും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് മാക്സിമം ഞാൻ തന്നെയാണ് ഇത് കാലിയാക്കിയത്. എന്നിട്ട് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ റൂമിലേക്ക് പോയി. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. ഊട്ടി കറങ്ങാമെന്ന് ചോദിച്ചു, പുറത്തേക്ക് പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് വണ്ടിയില്ല, നമുക്ക് ബസ്സിൽ വേണം പോകെ. അങ്ങനെ ഊട്ടി അവിടെ ക്യാമ്പിൻ്റെ പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഊട്ടി ബസ്സിലേക്ക് പോകണം. പിന്നെ ഇപ്പോൾ പോകുന്നത് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഈ പോകുന്നത് ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു മദ്രസ് കഫേയിലേക്കാണ്. അവിടുന്ന് ചായയും പിന്നെ ദോശയും ചട്നിയും ചമ്മന്തിയും സാമ്പാറും ചട്നിയും പിന്നെ ഇഡ്ഡലിയും ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ നമ്മുടെ നാട്ടിലുള്ള അതേപോലത്തെ ടേസ്റ്റ്, പക്ഷേ തേങ്ങ അരക്കാത്ത സാമ്പാറെന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് കാല് കഴിഞ്ഞിട്ട് അവനെ എടുത്തോണ്ട് നടക്കുകയാണ്. ബസ് കയറുമ്പോൾ ബസ്സിൽ പോകാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒരു അരമണിക്കൂറോളം ഉണ്ട് ഊട്ടി സ്റ്റാൻഡിലേക്ക് എത്തേണ്ടിയിട്ടും. അങ്ങനെ ബസ്സിൽ നിന്ന് കാണുന്നൊരു വ്യൂ അടിപൊളിയാണ്. അങ്ങനെ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തി. ഇനി നമ്മൾ ഇപ്പോൾ പോകുന്നത് ഒരു ലേക്ക് കാണാൻ. ലേക്കിൽ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ലേക്കാണ് ഇത്. നമ്മൾ സാധാരണ നോർമൽ ബോട്ടിങ് തന്നെ ബോട്ടിന് വേണ്ടിയിട്ട് ക്യൂ നിന്നതാണ്. നമ്മുടെ ആളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് ബോട്ട് അലൗഡ് ചെയ്യുക. നമുക്ക് 9 പേരുണ്ടായിട്ട് ഒരു 900 റുപ്പീസ് വെച്ചിട്ടുള്ള ഒരു ബോട്ട്. ഈ ബോട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഒരു 2 റൗണ്ട് അടിച്ചു, നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തോണി, നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ തോണി, ബൈക്ക്, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അല്ലാതെ അവിടെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ലേക്ക് മാത്രമേ ഉള്ളൂ, ബോട്ടിങ് മാത്രം. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചു. നേരെ നമ്മൾ പോകുന്നത് കർണാടക പാർക്കിലേക്കാണ്. ഊട്ടി തന്നെയുള്ള ഒരു കർണാടക പാർക്കുണ്ട്. ഇത് പുതിയ വന്ന പാർക്കാണ് കേട്ടോ. ഞാൻ 2 പ്രാവശ്യം വന്നേരം ഈ ഒരു പാർക്ക് കണ്ടിട്ടില്ല. അന്നേരം അവർ പറഞ്ഞു ഇത് പുതിയ പാർക്കാണ്. എന്താ, ഞാൻ പൂക്കളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ അതൊക്കെ ഇവിടെ കയറിയതിന് ശേഷം തൊട്ട് ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ എന്താ പറയണ്ട, അവിടെ സെറ്റ് ചെയ്ത ഫ്ലവേഴ്സ് എല്ലാം ഒരു 1.5 ലുക്കായിരുന്നു കേട്ടോ. ആരായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ നാട്ടിലെത്തിയിട്ട് എന്തായാലും ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന്. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഊട്ടിയിലേക്ക് വരുന്ന ആരും കൊണ്ടെങ്കിലും മിസ്സാക്കാൻ പാടില്ല. ഈ ഒരു കർണാടക പാർക്ക് എന്നാണ് പേര്. ഒരാൾക്ക് ടിക്കറ്റ് പൈസ 100 രൂപയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ കാണാനായിട്ട് മാത്രമേ, കാണാനും കളിക്കാനായിട്ടും വേറെയൊന്നുമില്ല. ഈ ഒരു സംഭവം തന്നെയുള്ള ഗാർഡനും പിന്നെ ചെടികളും മരങ്ങളും അതുകൊണ്ട് സെറ്റ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. പക്ഷേ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല കട്ട ബോറടിയായിരുന്നു. എൻ്റെ കുഞ്ഞൊക്കെ പറഞ്ഞു വാ പോവാ, എന്തെന്ന് ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഷാടിയായിരുന്നു. പക്ഷെ നമുക്ക് വലിയ കൂട്ടർക്ക് റീൽസ് ചെയ്യുന്നതും ഫോട്ടോഗ്രാഫി എടുക്കുന്ന കൂട്ടർക്ക് നല്ല രസം, നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു കർണാടക പാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഗാർഡനൊക്കെ ഇറങ്ങാൻ തോന്നിയിട്ടില്ല. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കുഞ്ഞിന് നടക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ ഉള്ളതാണ് ഈ ഒരു ബ്രിഡ്ജ്. അത് മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. അങ്ങനെ നടക്കാൻ വയ്യാൻ്റെ കൂടെ നമ്മൾ എങ്ങനെയോ അതിൻ്റെ മുകളിലും കൂടെ എത്തി. അങ്ങനെ അതിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. കേറിയില്ല, നഷ്ടമായിപ്പോയി എന്ന് വെച്ചാൽ पापा के दोस्त भी सारे बड़े बड़े
ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുമോ, എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയും ആൾക്കാരായിരുന്നു ബ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ എന്തായാലും എന്നും കറങ്ങാൻ ഒരുപാട് സ്ഥലമുണ്ട്. മതിയായിട്ട് നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ അവിടെ നിന്നൊന്ന് ചുറ്റിക്കറങ്ങി നേരെ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഈ ഒരു കല്ല് കൊണ്ട് വെച്ച ഒരു ആനക്കുട്ടിയാണ് കേട്ടോ. രണ്ട് ആനക്കുട്ടി കല്ല് കൊണ്ട് വെച്ചതാണ്. ഇതാ ഏക്കർ കണക്കിന്, എനിക്ക് തോന്നുന്നു ഒരു 5-6 ഏക്കറായിട്ട് ഉണ്ടാവും തോന്നുന്നു ഈ ഒരു വ്യൂ. അത്രയും നടന്ന് ഒരു ഡേ ഫുള്ള് നടക്കാനുള്ളത് ഉണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് അവിടുന്ന് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ അവിടെ കിടന്നുറങ്ങും. ഇന്നാണ് കേട്ടോ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ സെറിമണി നടക്കുന്നത്. അപ്പോൾ നേരെ അവിടത്തേക്ക് ഫംഗ്ഷന് വേണ്ടി പോയി. നമ്മൾ റൂമിൽ തന്നെയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. നമ്മൾ ഇന്ന് ഇവിടെ വെക്കേറ്റ് ചെയ്യാണ്, ഈ റൂം വെക്കേറ്റ് ചെയ്യാണ് ഇന്ന് 10 മണിക്കുള്ളിൽ. അപ്പോൾ ആളുടെ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. ഇപ്പോൾ അതാ 17 വർഷത്തെ ഇന്ത്യൻ ആർമി സർവീസ് ഇത് അവസാനിച്ച് ഒരു നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു ഇത്. അങ്ങനെ ആളുടെ ആഗ്രഹപ്രകാരം നമുക്ക് അവിടെ ട്രെയിനിങ് ചെയ്ത സ്ഥലം ഒന്ന് കാണണം, ആദ്യമായി കയറിയ ഒരു സ്ഥലം കാണണം എന്ന് പറഞ്ഞിട്ട് ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നടന്നു കാല് കഴിഞ്ഞു കേട്ടോ. അമ്മക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറി വരാൻ. ഇതാണ് അവരുടെ ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ 17 വർഷത്തെ ഓർമ്മകൾ, 17 വർഷമല്ല 1 വർഷമായിരുന്നു അവരുടെ ട്രെയിനിങ് ടൈം. അങ്ങനെ അതൊക്കെ ഒന്ന് ഇനി ലാസ്റ്റായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. എനിക്ക് ലാസ്റ്റ് അവിടെ കിടന്ന സ്ഥലവും അവിടെ ഓടി നടന്ന സ്ഥലവും അവിടെ ട്രെയിനിങ് ചെയ്തതും ഒക്കെ നല്ലൊരു മെമ്മറീസായിട്ട് ഓർമ്മയിൽ വരുന്ന ഈ ഒരു കുറച്ചൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു, ഇനി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്റർ വരുന്നത്. അപ്പോൾ താഴേക്കുള്ള വ്യൂ എൻ്റെ അമ്മ ഒന്നും പറയാൻ പറ്റില്ല. അത്രയും നല്ല കാറ്റും ഉണ്ട് ഈ ഒരു താഴേക്ക് നോക്കുമ്പോൾ ഒരു വാവ്. അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറിയത് വെറുതെ ആയില്ല എന്ന് ഇപ്പോഴാണ് ഒന്ന് തോന്നിപ്പോവുക. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോസ് മാത്രമേ ഉള്ളൂ ഫോണിൽ. അന്നേരം ഒരു ക്യാമറ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ വിചാരിക്കുന്നു. അത്രയും നല്ല ലൊക്കേഷനാണ് നമ്മൾ ഈ ഊട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഈ ക്യാമ്പ് ഏരിയ എന്ന് വെച്ചാൽ കുറേ ട്രെയിനിങ് സെൻറ്റർ ഇത് അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ട്. അവർ ഗെയിം കളിക്കുന്ന സെക്ഷൻ വേറെ, അങ്ങനെ ഒരുപാട് ഫ്ലാഗിൻ്റെ ഈ ഫ്ലാഗ് താഴത്തൊന്ന് നോക്കുമ്പോൾ കാണുന്ന ഫ്ലാഗാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടായിട്ടാണ് ഈ മുകളിൽ കയറിപ്പോയത്. പിന്നെ അവിടുന്ന് തന്നെ കൂനൂർ എന്നൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ടായിരുന്നു, വെജ് മീൽസ്. പക്ഷേ ചോറൊന്നും ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും കഴിച്ചില്ല. ചുണ്ടിൻ്റെ അവസ്ഥ എൻ്റെ ഭഗവാനെ, ചുണ്ടെല്ലാം വരണ്ട് പൊട്ടി മുഖമെല്ലാം വലിഞ്ഞു പിടിക്കുന്ന പോലെയുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നാട്ടിൽ ചൂടിൻ്റെ ഇടയ്ക്ക് എത്തിയാൽ മതി എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മുടെ ഊട്ടിയിലെ യാത്ര ഇവിടെ തീരാൻ പോവാണ്. നമുക്ക് രാത്രി ബസ് കയറണം. അപ്പോൾ ബൈ.